ഇന്നത്തെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് സാധനയുടെ പ്രാധാന്യം. എന്താണ് സാധന എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രാണനെ നിങ്ങളുടെ ദൗത്യവുമായി ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ബോധത്തെ പ്രപഞ്ചബോധവുമായി ചേർത്തിണക്കാൻ കഴിയുന്ന ഒരു സാധനയുണ്ടെങ്കിൽ നിങ്ങളും പ്രപഞ്ചവും തമ്മിൽ, നിങ്ങളും പ്രകൃതിയും തമ്മിൽ, നിങ്ങളും ഈശ്വരനും തമ്മിൽ, നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം നിരന്തരമാകും. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിനും സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ പരമ്പരയിൽ നിന്നും മാറി ഇന്ന് സഹവാസത്തിന്റെ പരിപാടി ആയതുകൊണ്ട് നമ്മളൊരു കുറച്ച് ലളിതമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കുന്നു. സാധനയുടെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് ഇന്ന് റെലവന്റ് ആയിരിക്കാൻ തോന്നുന്നു. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഈ ധർമ്മവും തൊഴിലും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. ധർമ്മവും തൊഴിലും, നമ്മുടെ ധർമ്മം എന്താണ്, നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്താണ്, ഇത് തമ്മിൽ എന്താണ് കണക്ഷൻ, ഇത് കണക്ഷൻ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ എന്നുള്ള ആ കാര്യമാണ് നമ്മൾ പരമ്പരയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ അത് ഞാൻ പെട്ടെന്ന് കയറി സംസാരിച്ചാൽ നിങ്ങൾക്ക് പലതും പിടികിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. അപ്പൊ ഇന്നത്തെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് സാധനയുടെ പ്രാധാന്യം. എന്താണ് സാധന എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. രാവിലെ എഴുന്നിട്ട് എല്ലാവരും പല്ല് തേക്കാറുണ്ട്, പല്ല് തേക്കാത്തവരുമുണ്ട്. ഇപ്പൊ ഈ പല്ല് തേക്കുന്നവരില് രാവിലെ തന്നെ പല്ല് തേക്കണം എന്നില്ല, വല്ലവിടെ പോകുമ്പോ പല്ല് തേക്കുന്നവരുണ്ട്, വല്ലതും കഴിക്കാൻ പോകുന്നതിന് മുമ്പ് പല്ല് തേക്കുന്നവരുണ്ട്, സമയം നോക്കി പല്ല് തേക്കും. പലതരത്തിലാണ് പല്ല് തേക്കലിന്റെ കാര്യം. പല കുടുംബങ്ങളിലും അത് അമ്മമാര് അല്ല അച്ഛന്മാര് കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട് പല്ല് തേക്കലിന് ഒരു ചിട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. മരിക്കുന്നത് ആ ചിട്ടയിലൂടെ കടന്നു പോകും. ഇവിടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പല്ല് തേക്കുന്നു, മാവൊക്കെ വടിച്ച് വൃത്തിയാക്കുന്നു, മാവിനകത്തേക്ക് ഈ ഇങ്ങനെ കൈയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി മൊത്തം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അയാൾക്ക് ഒരു ദിവസം ഈ പ്രക്രിയ ചെയ്യാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്വസ്ഥത ഉണ്ടാവും. അത് കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാം. പക്ഷെ അയാൾ അത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അയാൾ അതിന്റെ വിധത്തിലാണെന്ന് അർത്ഥം, അയാൾ അതിന്റെ താളത്തിലാണെന്ന് അർത്ഥം. ഈ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല, ഗ്രഹണങ്ങൾ. എന്താണ് ഈ ഗ്രഹണം എന്ന് പറയുന്നത്? സൂര്യനും ചന്ദ്രനും ഭൂമിയും ഏതെങ്കിലും സീക്വൻസിൽ ഒരു വരിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഗ്രഹണമായി, അല്ലേ? ശരിയല്ലേ? ഒരു വരിയിൽ വരുമ്പോൾ ഗ്രഹണമായി. വരി അല്ലാതെ നിൽക്കുന്നത് ഗ്രഹണമില്ല, ഒറ്റ സാധാരണ രീതിയിലാണ്. പക്ഷെ ഈ ഗ്രഹണത്തിന്റെ സമയത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കും. ഭൂമിയിൽ മറ്റേ ജീവജാലങ്ങൾക്കിടയിൽ ജൈവമണ്ഡലത്തിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റും, അല്ലെ? ഒരുപാട് പുതിയ സവിശേഷമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. അപ്പോ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ ഗ്രഹണം സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളും പ്രകൃതിയും തമ്മിൽ നേർരേഖയിലാകാനുള്ള ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് രാവിലെ കോഴി കൂവുന്നത്. പക്ഷികൾ ഒരു വൈകുന്നേരം ഒരു പ്രത്യേക സമയമാകുമ്പോൾ വി ആകൃതിയിൽ ഇങ്ങനെ പറന്ന് വീട്ടിലേക്ക് പോകുന്നത്. വി ആകൃതി പറക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനെ സ്കെയിൽ എന്നാണ് പറയാ, സ്കെയിലിംഗ്. ഏകതാനതയിലാകുന്ന ഒന്ന്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കാതെ, തെർമോഡൈനാമിക്സിന്റെ നിയമം പഠിക്കാതെ പക്ഷികളെല്ലാം കൃത്യമായിട്ട് ആ വി ആകൃതി പറന്നു പോകുന്നു. അപ്പോ ഇന്നലെ ഏട്ടൻ ചോദിച്ചതുപോലെ അതെങ്ങനെയാണ് ഈ ഒരു ബന്ധമില്ലാത്തവര് തമ്മിൽ ഇങ്ങനെ വന്നിട്ട് കണക്ട് ആവുന്ന ചോദിച്ചത്. ഇത് ഇവർ തമ്മിലുള്ള ആ ഒരു ഹാർമണിയാണ്. അത് നിങ്ങൾ ഈ ചയോഗ സാധനം നിരന്തരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ആ ഹാർമണി വരിക എന്നത്. ചെയ്യാത്തവർക്ക് മനസ്സിലാവില്ല, ചെയ്ത് പരിചയമില്ലാത്തവർക്ക് മനസ്സിലാവില്ല. ഒരാൾ പാടുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കൂടെ പാടാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ കൂടെ പാടുക എന്നുള്ള പ്രക്രിയ അയാൾ നിൽക്കുന്ന ശ്രുതിയിൽ, അയാൾ നിൽക്കുന്ന താളത്തിൽ, അയാൾ നിൽക്കുന്ന ലയത്തിലായി ചേരുമ്പോൾ മാത്രമാണ് ആ പാട്ടിനോട് ചേർന്ന് വരിക. അതല്ലാതിരിക്കുമ്പോൾ അയാളുടെ ഒരു പാട്ടും ഇയാളുടെ ഒരു പാട്ടും തമ്മിൽ ചേർച്ചയില്ലാതെ പോകും. ഇത് തന്നെയല്ലേ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത്. അപ്പൊ ഈ പക്ഷികൾ ചേർന്ന് ഒഴുകി ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ അത് കണ്ട് കൗതുകത്തോടെ നോക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലർ ടോയ്ലറ്റിൽ പോകും, കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോകും. ചിലർക്ക് വല്ലതും ചെല്ലണം ടോയ്ലറ്റിൽ പോകണമെങ്കിൽ, ആന്തരിക പ്രേരണ കൊടുക്കണം. ചില സ്ഥലത്തോളം ആന്തരിക പ്രേരണ വേണ്ട, ആ സമയമാകുമ്പോൾ ചെയ്തോളും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ബുദ്ധി കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നിർണയമാണ്. ഈ വലിയ പൽചക്രത്തിനകത്ത് ചെറിയ പൽചക്രം സ്വതന്ത്രമായി തിരിയുന്നത് പോലെ ഭൂമിക്കകത്ത് ഒരു സ്വതന്ത്രരായി നിൽക്കുകയാണ്, സ്വതന്ത്രരാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്വന്തം പ്രേരണയിലാണ് പ്രവർത്തിക്കുക.
നമ്മൾ പ്രകൃതിയുടെ പ്രേരണയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈ പൽചക്രം, വലിയ പൽചക്രത്തിനകത്ത് ചെറിയ പൽചക്രം ചേർന്ന് മുട്ടി നിൽക്കണം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ആ മുട്ടിക്കണമെങ്കിൽ പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് മുട്ടിക്കണം. തോന്നുമ്പോൾ മുട്ടിക്കാം വേണമെങ്കിൽ, എപ്പോഴൊക്കെ തോന്നുന്നു അപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ആ പൽചക്രങ്ങൾ തമ്മിൽ മുട്ടിക്കാം. അങ്ങനെയല്ല, ദിവസവും ഒരേ സമയത്ത് നമ്മൾ ആ മുട്ടിക്കൽ നടത്തിയാൽ അതിന്റെ പേരാണ് സാധന. നിങ്ങളുടെ ഫോണില് കോമ്പസ് എന്നുള്ളത് വടക്ക് നോക്കി യന്ത്രം ഉണ്ടെങ്കിൽ വടക്ക് നോക്കി യന്ത്രം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ ഫോൺ പറയും, നിങ്ങളെ ഫോണിനെ പിടിച്ച് ഇങ്ങനെ ആക്കാൻ പറയും. അതിനാണ് കാലിബ്രേഷൻ എന്ന് പറയുക. നിങ്ങളെ വണ്ടി കുറച്ച് നിങ്ങളുടെ കാർ അല്ലെങ്കിൽ ബൈക്ക് നിങ്ങൾ റഫ് റോഡിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ടയറും അതിന്റെ ഭാഗങ്ങളൊക്കെ ട്യൂൺ ചെയ്യാൻ പറയും, കാലിബ്രേറ്റ് ചെയ്യാൻ പറയും. പക്ഷെ ശരിയായ രീതിയിലേക്ക് ക്രമീകരിക്കുക എന്നുള്ളത്, ഈ ക്രമീകരണം എന്നുള്ള കാര്യം എല്ലായിടത്തും ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം നിങ്ങളെ മാനുവൽ ചെക്കപ്പിന് പോകണമെന്ന് പറയുന്നത്. അതിന്റെ പുറകിൽ വേറെ എക്കണോമിക്സ് ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. നിരന്തരമായിട്ട് നമ്മളിപ്പോ വീടുകൾ, എന്റെ അച്ഛനൊക്കെ 100 വർഷം പഴക്കമുള്ള വീടാണ്, ഞാൻ താമസിക്കുന്നതുകൊണ്ട് 100 വർഷം പഴക്കമുള്ള വീടാണ്. അച്ഛന്റെ വേറൊരു വീടുണ്ട്, ആ വീട് അത്രയും പഴക്കമുള്ളതല്ല. ഈ പഴയ വീട്ടിലൊക്കെ അച്ഛൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി വെച്ചാൽ എല്ലാ വർഷവും ഡിസംബർ 20-ാം തീയതിക്ക് ശേഷം ജനുവരി 1-ന് മുമ്പ് അവിടെ മുഴുവൻ തട്ടിയടിച്ച് വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി ചുണ്ണാമ്പടിച്ച്, പഴയ വീടാണ്, ചുണ്ണാമ്പടിച്ച് ക്ലിയർ ആക്കി കുട്ടപ്പനാക്കി മാറ്റും. ആ വീട് പെർഫെക്റ്റ് ആണ്. അച്ഛൻ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നതിന് ശേഷം അത്ര പെർഫെക്ഷൻ ഇല്ല, അത് നമ്മുടെ കുഴപ്പം. അപ്പൊ ഈ വാർഷികമാണെങ്കിലും ശരി, ദൈനംദിനമാണെങ്കിലും ശരി, നമ്മൾ നിരന്തരം കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കൃത്യമായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി സംഭവിക്കും. നമ്മൾ നിമിഷം കാലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതിന്റെ പേര് എന്താണെന്ന് അറിയാം? ഓരോ നിമിഷവും ഇങ്ങനെ കാലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി, ബ്രീത്തിങ് അല്ലേ? നിങ്ങളൊരു 2 മിനിറ്റ് കാലിബ്രേറ്റ് ചെയ്യാതിരുന്ന് നോക്കൂ, എന്ത് സംഭവിക്കും? ചത്തുപോകും. സിമ്പിളാണ്. നമുക്ക് നോക്കുമ്പോൾ ശ്വാസം വളരെ സിമ്പിളാണ്. ശ്വാസത്തിനൊക്കെ എന്ത് പ്രാധാന്യം വളരെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജീവിതത്തിലെ കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടതിന് നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ നമ്മുടെ ഐഡിയ ഉപയോഗിച്ച് പഠനം ചെയ്യണം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിന് ശ്വാസത്തിൽ എന്താണ് പ്രാധാന്യം എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രാധാന്യം പിന്നെ അത് ക്ലോസ് ചെയ്ത് വെക്കുക 2 മിനിറ്റ്. നമ്മുടെ ജീവിതത്തിൽ ശ്വാസത്തിന് വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്ത് വെക്കാം, ആവശ്യമില്ല. അപ്പൊ ഇത് നിരന്തരം പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് ജീവൻ നിലനിൽക്കുക. ഈ ജീവൻ, നമ്മുടെ ശരീരത്തിൽ ജീവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജീവൻ എന്ന് വെച്ചാൽ സ്വയം പ്രവർത്തന സംവിധാനം. ആ സ്വയം പ്രവർത്തന സംവിധാനം നിലനിൽക്കണമെങ്കിൽ അത് പ്രകൃതിയാകുന്ന സ്വയം പ്രവർത്തന സംവിധാനവുമായിട്ട് ചേർന്ന് കണക്ട് ചെയ്ത് നിൽക്കണം. ആ ചേർന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പരിപാടിയാണ് ഞാൻ ഇവിടെ കാലിബ്രേഷൻ എന്ന് പറഞ്ഞത്, ചേർത്ത് വെക്കുന്നത്. അങ്ങനെ ചേർത്ത് വെക്കുന്ന ആ ഒന്നിനെ ആണ് നമ്മൾ സാധന എന്ന് പറയുന്നത്. ഏതൊരു പ്രവൃത്തിയും നിരന്തരം ആവർത്തിച്ച് ഒരേ സമയത്ത് ചെയ്യുന്നുവെങ്കിൽ, ഒരേ കാലയളവിൽ ചെയ്യുന്നുവെങ്കിൽ, ഒരേ താളത്തിൽ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പേരാണ് സാധന. നിങ്ങളിപ്പോ തൊട്ടു മുമ്പേ ചെയ്തതിന്റെ പേര് ചയോഗ സാധന എന്ന്. ചലയോഗം, ചലനത്തിലായിരിക്കുമ്പോൾ യോഗത്തിലായിരിക്കുന്ന സാധന. എത്ര പേരാണ് ഈ നിരന്തരം ധ്യാനിക്കാനും കൈവല്യത്തിലെത്താനും വേണ്ടി ശാന്തിയിലും സമാധാനത്തിലും നിശ്ചലതയിലുമായിരിക്കുന്നത്? വെളിയിലേക്ക് ഇറങ്ങി നോക്കിയാൽ മനസ്സിലാവും, എല്ലാവരും ജീവിതത്തിന്റെ തിരക്കുകളിലാണ്, എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിയും പൂച്ചയും എല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കും, ബാക്കി സമയത്ത് മുഴുവൻ അവർ ചലനത്തിലാണ്. പക്ഷെ അവർ ചലിക്കുന്ന സമയത്തും സഹജാവബോധവുമായി കണക്റ്റഡ് ആണ്, അല്ലെ? സഹജ ചോദനകളുമായിട്ട്, സഹജം എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ജനിക്കുമ്പോൾ കിട്ടിയത്, ആ ജനിക്കുമ്പോൾ കിട്ടിയ ചോദനകളുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളാണെങ്കിൽ പുസ്തകം വായിച്ച്, സ്കൂളിൽ പോയി പഠിച്ച്, TV കണ്ട് നമ്മുടെ ചോദനകളിൽ നിന്ന് മാറി നമ്മൾ വേറെ ആരുടെയൊക്കെ ചോദനകളിൽ ജീവിച്ചു പോകുന്നു. അപ്പോ സഹജാവബോധത്തിൽ ജീവിക്കുന്ന ജീവിക്ക് സാധനയുടെ ആവശ്യമില്ല. ഉണ്ടോ? പട്ടിക്ക് ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ? പട്ടിക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. ഗേറ്റിന്റെ വെളിയിൽ പോകരുത്, ഇരിക്കാൻ പറഞ്ഞ ഇരിക്കണം, നിൽക്കാൻ പറഞ്ഞ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. യഥാർത്ഥത്തിൽ പട്ടിക്ക് ജീവിക്കാൻ ട്രെയിനിങ് ആവശ്യമുണ്ടോ? പട്ടിക്ക് അറിയില്ല എപ്പൊ എന്ത് ചെയ്യണമെന്ന്,
മുഴുവൻ കാര്യങ്ങൾ അറിയാം. പട്ടിക്ക്, പൂച്ചയ്ക്ക് ഒക്കെ എന്ത് പൂച്ചയ്ക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? നമ്മളൊക്കെയാണ്, നമ്മള് ഇപ്പോ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വഴിയുടെ ഓരത്തിരുന്ന് അപ്പിയിടുന്നത് നമുക്ക് കാണാൻ പറ്റും. പൂച്ചകൾ ഒരു ട്രെയിനിങ്ങും ഇല്ല, അപ്പിയിടാന്നൊക്കെ കുഴി ഒഴിക്കട്ടെ ഇടും, മൂടി ഫ്രീ ആയിട്ട് നടക്കും അല്ലെ. അപ്പോ സഹജാവബോധം എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ജീവികൾക്കൊന്നും ഈ കാലിബ്രേഷൻ ആവശ്യമില്ല. സഹജാവബോധം വിട്ടുപോയ യുക്തിജീവികളായ ബുദ്ധിജീവികളായ മനുഷ്യന് അവനും പ്രകൃതിയും തമ്മിൽ, അവനും ഈശ്വരനും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്ഷനിലാവണമെങ്കിൽ അതിന് ഒരു കാലിബ്രേഷൻ പ്രോസസ് ആവശ്യമാണ്. അതിന്റെ പേരാണ് സാധന. സാധാരണ രീതിയിൽ രാവിലെ, വൈകിട്ട്, ഉച്ചയ്ക്ക് ഈ അങ്ങനെ നമ്മൾ പ്രസക്തമായ സമയങ്ങളുണ്ടല്ലോ, അതായത് സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പകലും രാത്രിയും ചേരുന്ന സമയത്ത്, പകലും രാത്രിയും ചേരുന്ന സമയങ്ങളിൽ, അതുപോലെ പകല് അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത്, രാത്രി അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മസ്തിഷ്കം, നമ്മുടെ ജൈവ ഘടികാരം, നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് അലൈൻഡ് ആയിത്തീരും പ്രകൃതിയുടെ ചലനങ്ങളുമായിട്ട്. ആ പ്രകൃതി ചലനങ്ങളുമായിട്ട് അലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ഒരു ജൈവ ഘടികാരം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് അനുഭവപ്പെടും. ആ അനുഭവത്തെയാണ് നമ്മൾ സർക്കാഡിയൻ റിഥം എന്ന് പറയുക. സർക്കാഡിയൻ റിഥം. ആ സർക്കാഡിയൻ റിഥം ഉപയോഗിച്ച് നമ്മൾ ജീവിതത്തെ ക്രമത്തിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പ്രകൃതി നൽകുന്ന സന്ദേശങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിലേക്ക് നൽകുന്ന, മനസ്സിലേക്ക് നൽകുന്ന സന്ദേശങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ എത്രത്തോളം തുറന്നിരിക്കുന്നു അതിനനുസരിച്ചല്ലേ മനസ്സിലാവുക. നിങ്ങളിപ്പോ എന്റെ ക്ലാസ്സിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇന്നിപ്പോ പോയിട്ട് ഇയാള് പറയുന്ന സാധനങ്ങൾ കേട്ട് അവിടെ പോയിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാവും. ഈ ക്ലാസ്സിനെ കുറിച്ചോ ഞാൻ പറയുന്നതിനെ കുറിച്ചോ അല്ല, നിങ്ങളിപ്പോ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ പറയുന്നത് വീട്ടിൽ പോയി ചെയ്യുന്നതിനെ കുറിച്ച് പോലുമല്ല, നിങ്ങൾ ആ വിഷയത്തിലായിരിക്കും ഉണ്ടാവുക. അതേസമയം ഞാൻ പറയുന്ന വാചകത്തിന്റെ വളവിലോ തിരിവിലോ നിങ്ങൾ കടിച്ചു തൂങ്ങിയാലോ അപ്പോഴും ഞാൻ പറയുന്നത് മിസ്സാവും. ഞാൻ പറയുന്നതിനൊപ്പം നടക്കണം നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് കാലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പ്രകൃതി നൽകുന്ന സന്ദേശങ്ങൾക്കൊപ്പം പ്രകൃതി നിങ്ങളുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും ആന്തരിക പരിസ്ഥിതിയിൽ നിന്നും നിങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് സംവദിക്കുന്നത്? ഓരോ നിമിഷവും ഓരോ സന്ദർഭത്തിലും നടക്കുന്ന ചലനങ്ങളിലൂടെ, നിങ്ങളുടെ ജീവിതത്തിൽ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലൂടെ പ്രകൃതി നിങ്ങളോട് സംവദിച്ചു കൊണ്ടേയിരിക്കുന്നത്. ചിലർ പറയാറുണ്ട്, എനിക്ക് അവിടെ പോയിരുന്നപ്പോ ആ മലയുടെ മുകളിൽ പോയിരുന്നപ്പോ വെളിപാടുണ്ടായി എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഗേറ്റ് വീടിന്റെ മതിൽ കെട്ടിയിരിക്കുന്നു, മതിലിന്റെ മുമ്പിൽ ചെറിയൊരു ഗേറ്റ് ഉണ്ട്, വലിയ പറമ്പ്. ആ പറമ്പിൽ നമ്മളിങ്ങനെ ഗേറ്റിന്റെ ഉള്ളിൽ നമ്മൾ കുറെ ഉള്ളിൽ ഇങ്ങനെ മാറിയിരുന്നു നോക്കുക. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാൾ ഇതിലിങ്ങനെ പാസ് ചെയ്യുന്നു, കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേറൊരാൾ ഇങ്ങനെ പാസ് ചെയ്യുന്നു. ഇതേ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കാം, മതിലില്ല. അയാൾ ഇങ്ങനെ പോയിട്ട് പോകുന്നത് വരെ ഒക്കെ കാണാൻ പറ്റും, ഇങ്ങോട്ട് പോകുന്നത് മുഴുവൻ കാണാൻ പറ്റും. മതിലുള്ളത് കൊണ്ട് നമുക്ക് ആ മുമ്പിൽ കൂടെ പോണത് മാത്രമേ കാണാൻ പറ്റൂ. സത്യത്തിൽ ഇവിടെ എല്ലാ ചലനങ്ങളും നമ്മുടെ ചലനങ്ങളെ എല്ലാം തന്നെ നമ്മളും പ്രകൃതിയുമായിട്ട് എപ്പോഴും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്കിത് മനസ്സിലാവില്ല. നമ്മൾ ആ ഗേറ്റിന്റെ മുമ്പിൽ കൂടെ പോണ സമയത്തുള്ളത് മാത്രമേ മനസ്സിലാവും, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ചില കണ്ടില്ല, അമ്പലത്തിൽ മറ്റേ ബസ്സിലിരിക്കും, അമ്പലത്തിന്റെ മുമ്പിലെത്തിയാൽ ബസ്സിലിരുന്നുകൊണ്ട് ചെരുപ്പ് ഉടനെ ഊരിയിട്ടിട്ട് നടക്കും. പുള്ളി ഈശ്വരനായിട്ട് കണക്ട് ആവുന്നതാണ്, കുറ്റം പറയാനില്ല കേട്ടോ, ആ കണക്ഷൻ മുമ്പിലും ഉണ്ട്. ചിലർ കാർ ഓടിക്കാൻ കാറിന്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ചതിന് ശേഷം വണ്ടി എടുക്കുന്നതിന് ഒന്നാക്കിയിട്ട് പോകും. കണക്ട് ചെയ്യലാണ്. എനിക്കുണ്ട് അങ്ങനെ ഒരു പരിപാടി കേട്ടോ. ഞാൻ കണക്ട് ചെയ്യുന്നത് വേറൊരിടത്തേക്കാണ്. ചെറിയൊരു തമാശ കൂടെ പറയാം. ദിവസം ഈ തമിഴ്നാട്ടിലേക്ക് വണ്ടി ഓടിക്കുന്ന സമയത്തുണ്ടല്ലോ, തമിഴ്നാട്ടിലേക്ക് കയറിയ വണ്ടിയുടെ സ്പീഡ് തനിയെ കൂടും. ഒന്നാമത് അവിടേക്ക് ഇറക്കും, നല്ല റോഡ്. അപ്പോ എന്റെ ഈ ഇപ്പുറത്ത് കിടക്കുന്ന പഴയ സെന്നും കൊണ്ട് ഞാനിങ്ങനെ എന്റെ ഇടതുവശത്ത് ഒരാളെ ഇരുത്തിയിട്ട് ഞാനിങ്ങനെ പോവാ. അപ്പോ വണ്ടി ഇങ്ങനെ സ്പീഡ് കൂടുന്നു, 120, 130. പെട്ടെന്ന് ചവിട്ടേണ്ടി വന്നു. ഭയങ്കര ശബ്ദത്തോടു കൂടി വണ്ടി സ്പീഡ് ഒന്ന് പോകും. അപ്പോ ഇടതുവശത്തിരിക്കുന്ന ആൾ എന്നെ ഇങ്ങനെ നോക്കി, എന്താടാ? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വണ്ടി അതേ സ്പോട്ടിൽ ഞാൻ വീണ്ടും ആ 130 കയറി ഞാനങ്ങ് ചവിട്ടിട്ട് പോയി. സ്പീഡ് കൂടുതലല്ലേ?
ഞാനൊന്ന് നോക്കി, വീട് കുറയ്ക്ക് കുറച്ചു 80 കൊണ്ടുവന്നു. കുറച്ചുകൂടെ കഴിഞ്ഞു, ഞാനിതൊന്നും അറിയുന്നില്ല, കുറച്ചു നേരം വീണ്ടും യൂട്യൂബില് വീട് കൂടുന്നു കുറയ്ക്കേ എന്ന് പറഞ്ഞു, കുറച്ചു. മൂന്നാമത് കയറി പുള്ളി പറയാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഈ വണ്ടി സേഫ് ആയിരിക്കും എന്ന് ഞാൻ തീരുമാനിക്കുകയും അതിന്റെ തീരുമാനം എന്നെ ഈ വഴിക്ക് പറഞ്ഞു വിട്ടവനെ ഏൽപ്പിക്കുകയും ചെയ്യും, എന്റെ ഗുരുവിന്റെ കയ്യിലേക്ക് ഇത് ഏൽപ്പിക്കുകയും ചെയ്യും. അത് നോക്കിക്കോളും, അതിന് വേറൊരു അനക്കമില്ല, അത് വേറൊരു മാറ്റവും അതിന് വരില്ല. ഞാൻ പറഞ്ഞത് എങ്ങനെയല്ല, പുള്ളിയോട് പറഞ്ഞത് എങ്ങനെയാണ്, ഞാനിതിൽ കയറി ഇരിക്കുമ്പോ ഞാനിതൊരാളെ ഏൽപ്പിക്കാറുണ്ട്, അയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു അനക്കവും വരില്ല, അയാളല്ലേ ഇവിടെ ഇരിക്കണം, പിന്നെ നിങ്ങൾ എന്തിനാ പോയിരിക്കണം എന്ന് ചോദിച്ചു. മനസ്സിലായോ? മണിയേട്ടനോടാണ് ചോദിച്ചത്. അതാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അവിടേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കൃത്യമായിട്ട് പൊക്കോളും. അർപ്പിച്ചാൽ മതി, അർപ്പിച്ചാൽ മാത്രം മതി, നമ്മൾ അതിലേക്ക് കൊടുത്താൽ മതി. ഈ അർപ്പണതയുടെ കാര്യം നമുക്ക് ചിലപ്പോൾ മറന്നു പോകും. അർപ്പണം ഒരുപാടാവുമ്പോഴേ അടുക്കളയിൽ നമുക്ക് അർപ്പണം ഒരുപാടാവുന്ന സമയത്ത് പാല് പലതവണ പൊങ്ങിപ്പോകും, ഇല്ലേ? എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന സാധനല്ലേ? അത്രയും നേരം ഇല്ലാത്ത പണികളെല്ലാം പാൽ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് വരും. അതായത് നമ്മൾ ആ പണി ചെയ്യുമ്പോൾ പാല് പൊങ്ങിപ്പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, എല്ലാ വീട്ടിലും സംഭവിക്കുന്ന കാര്യമാണ്. ഇന്ന് നെഗറ്റീവ് കാലിബ്രേഷൻ എന്ന് പറയും. ആ സമയത്ത് മാറി നിൽക്കുന്നത് പോസിറ്റീവ് കാലിബ്രേഷൻ വരെ നെഗറ്റീവ് കാലിബ്രേഷൻ. അപ്പൊ ഈ വിധത്തിൽ കാലിബ്രേറ്റ് ചെയ്തു പോകുന്ന അവസ്ഥ നമുക്കുണ്ട്. അതിന് പകരം നമ്മൾ കാലിബ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മളും ഒരു പ്രവർത്തനം തമ്മിൽ ചേർന്ന് പോകുന്ന ഒരവസ്ഥ. ഡെയ്കാർനെഗി ജീവിത വിജയത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഭാഗ്യം എന്ന് പറയുന്നത് സാധ്യതകൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധാനന്തര പ്രവൃത്തി സാഫല്യമാണ്. സാധ്യതകൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ശ്രദ്ധാനന്തര പ്രവൃത്തി സാഫല്യമാണ് ഭാഗ്യം, മാനേജ്മെന്റ് സൈറ്റ്സിൽ പറയുന്നത്. അതുപോലെ നമ്മുടെ മുന്നിലൂടെ ഒരു അവസരം കടന്നു പോകുന്ന സമയത്ത് ആ അവസരത്തെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാനത് ആ മോനോട് പറഞ്ഞതാണ്, നിനക്കത് ഇപ്പൊ എടുത്താൽ കിട്ടും, എടുത്തില്ലെങ്കിൽ നിനക്കത് പോകും. കാരണം അവരുടെ പ്രായത്തിൽ ഇതിന്റെ പ്രാധാന്യം അറിയില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് കൈയും കാലും വരാതെ ജീവിതത്തിലെ പല പ്രതിസന്ധികളിലൂടെ പോയി വരുമാനം ഉണ്ടാകാതെ ദുരിതങ്ങളിലൂടെ പോകേണ്ടി വരുമ്പോൾ എന്താണ് ഭഗവാൻ ഇതിന്റെ പരിഹാരം ആലോചിക്കുന്ന സമയത്ത് ഇതൊക്കെയാണല്ലോ അത് പഠിപ്പിച്ചത് മനസ്സിലാവും. ഇപ്പൊ ഇതാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. നമ്മളും പ്രകൃതിയും തമ്മിൽ, നമ്മളും പ്രകൃതിയുടെ മെക്കാനിസം തമ്മിൽ നമ്മളെ ചേർത്ത് വെക്കാനുള്ള ആ അവസ്ഥ. ഇത് പല രീതിയിൽ ചെയ്യാം. എപ്പോഴും ചെയ്യാം, നിത്യേന രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ചെയ്യാം, വർഷത്തിലൊരുക്കി ചെയ്യാം. വർഷത്തിലൊരുക്കി ചെയ്യുന്ന കാലിബ്രേഷന്റെ പേര് സാമൂഹ്യമായിട്ട് ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാലിബ്രേഷന്റെ പേരാണ് എന്താ? പറ. ഉത്സവം ഇല്ലേ? ഉത്സവങ്ങളില്ലേ നാട്ടില്? അത് ഈ കാലിബ്രേഷൻ. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം? നമ്മുടെ ജീവിതത്തിൽ നിത്യേന രാവിലെ എഴുന്നേൽക്കുകയും കിടക്കുകയും ചെയ്യുന്നതിന് ഒരു ക്രമം കൊണ്ടുവരിക. ആ സമയത്ത് നമ്മൾ എന്ത് സാധനയാണെങ്കിലും ശരി, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യാം. യോഗ സാധന ചെയ്യണമെന്നോ പ്രാണസാധന ചെയ്യണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് രാവിലെ എഴുന്നേറ്റ് കൃത്യം 7 മണിക്ക് കുറ്റിവീടി വലിക്കാനാണ് തീരുമാനിക്കുക, വലിച്ചോ, സാധനയായിട്ട് കരുതുക. കുറ്റിവീടി വലിച്ച് എടുക്കുന്നു, ആന്തര കുംഭകം. മതി, സാധനയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് സാധകരുണ്ട്. വൈകുന്നേരം 7 മണിയാകുമ്പോൾ കട്ടിങ് ഇടും. എല്ലാരും കൂടെ ഇരുന്നിട്ട് കട്ടിങ് എന്നല്ലേ പറയാ? കട്ടിങ് എന്ന് പറഞ്ഞാൽ അതായത് വെള്ളം അടിക്കാനേ, എന്റെ വക 100 നിന്റെ വക 100 ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്ന പരിപാടി. അങ്ങനെ സാധനം ചെയ്യാം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ നിയന്ത്രിക്കുന്ന രീതിയിൽ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന രീതിയിലുള്ള സാധന, അത് രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ടോ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. രാവിലെയും വൈകിട്ടും ചെയ്യാം. എത്രത്തോളം നമ്മൾ അത് അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് സാധനയുടെ സമയപരിധി കൂട്ടാം. അതില് ഞങ്ങൾ ചെയ്യുന്ന സാധന രീതിയിൽ ഇപ്പൊ ചയോഗ സാധനയൊക്കെ എന്ന് വെച്ചാൽ പബ്ലിക്കിന് വേണ്ടിയുള്ളതാണ്. ഞാൻ ചെയ്യുന്ന സാധന രീതി എന്ന് പറയുന്നത് സദാഗതി എന്ന് പറയുന്ന ഒരവസ്ഥ. സദാ
ഗതിയിലായിരിക്കുന്ന ഒരവസ്ഥ, സദാ പ്രാണനിലായിരിക്കുന്ന അവസ്ഥ. മലയാളത്തിൽ പറയുന്നത് സദാ പ്രാണശ്രദ്ധ എന്ന് പറയാം. നമ്മൾ നിരന്തരം പ്രാണനിലായിരിക്കുന്ന ഒരവസ്ഥ. എപ്പോഴും നമ്മൾ അത് തന്നെ ആയിരിക്കുന്നത്. എപ്പോഴും അതിലെന്തായിരിക്കും തിരിച്ചു വെക്കണം തോന്നിയാൽ നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റും. എന്തിനാ ഒരാളെ ഇങ്ങനെ അട്രാക്ട് ചെയ്യണം തോന്നിയത് നമ്മുടെ ഇടചരം എന്ന് വെച്ചാൽ ഇടത് വശത്തെ മെറിഡിയൻസ് എല്ലാം ഉണർത്തി വെച്ചിട്ട് നമ്മളൊരു കാര്യത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വഴിക്ക് ഇങ്ങ് പോരും. ഒരാളെ തിരിച്ച് അങ്ങോട്ടേക്ക് അയക്കണം, നീ അത് ചെയ്യടാന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ പോയി പറയൊന്നും വേണ്ട, നമ്മൾ വലസരം ഉയർത്തി നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്താൽ മതി, പറഞ്ഞു പോകും. അത് നിങ്ങൾ പ്രകൃതിയോട് പറഞ്ഞു വെക്കുക. നിങ്ങൾ മഴക്യാമ്പിലല്ലേ വന്നിരിക്കുന്നത്. മഴക്യാമ്പുകൾ നടത്തിയിരുന്നത് ജൂൺ 5 ശേഷം വരുന്ന ശനി ഞായറായിരുന്നു. 15 കൊല്ലം മുമ്പിലത്തെ കഥയാണ് പറയുന്നത്. 15-20 കൊല്ലം മുമ്പിലത്തെ കഥ. കാലാവസ്ഥാ മാറ്റം വന്നു. നമ്മൾ ഈ പറയുന്ന ദിവസങ്ങളിൽ മഴ കിട്ടാണ്ടായി. പക്ഷെ മഴ കിട്ടാതിരിക്കുക എന്നുള്ളത് എന്താണ്, ക്യാമ്പിന്റെ പൊതു രീതിയാണ്. പക്ഷെ ക്യാമ്പിലുള്ളവർക്ക് മഴ വേണമല്ലോ, മഴക്യാമ്പിനല്ലേ വന്നത്. അപ്പൊ നമ്മൾ ചക്കലിയമ്പാറയുടെ മോളിൽ പോകുന്നു, അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും മൊബൈൽ എടുത്ത്, അന്ന് ഈ മൊബൈൽ സറണ്ടർ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാവരും മൊബൈൽ എടുത്ത് അവിടെ പോയി ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുന്നു. അന്ന് മൊബൈലിനേക്കാളും കൂടുതൽ ക്യാമറകളാണ്. ക്ലിക്ക് ചെയ്യുന്നു, എല്ലാവരും മൊബൈലിന്റെ ലോകത്താണ്. എന്നെ അറിയുന്ന ചില ആളുകൾക്ക് ഇവരെന്താ വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്റെ കൈ വിട്ടു പോകില്ല, എന്റെ വട്ടത്തിൽ തന്നെ, എന്റെ ഇത്ര അകലത്ത് തന്നെ നിൽക്കും. നല്ല വെയിലായിരിക്കും ചുറ്റും. അവരെല്ലാം ഫോട്ടോ എടുത്ത് വരുമ്പോൾ ഇവിടെ ഞങ്ങൾ 5-8 പേര് പിണ്ടിയായി നിൽക്കണം, നനഞ്ഞിട്ട്. ഇത്രയേ ഉള്ളൂ. ഇതിനെ കൈകാര്യം ചെയ്ത് അതിനോട് ആവശ്യപ്പെട്ടാൽ മതി, അവള് വേണ്ട പോലെ ചെയ്തോളൂ. സന്തോഷ് ഒളിമ്പസ് എന്നുള്ള ദിവ്യന്റെ ശേഷികളെ കുറിച്ച് കേട്ടപ്പോൾ പുളകം കൊള്ളുണ്ട്. അതൊക്കെ മനുഷ്യരെ, നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാധനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളും ഇതെന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സംഭവം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ഉള്ളതാണ്, മനസ്സിലായോ? ഒരു ദിവ്യത്വമൊന്നുമല്ല, ഇത് എല്ലാവരിലും ഉള്ളതാണ്. രാത്രി മോനോട് പറഞ്ഞ പോലെ രാത്രി 10 മണിക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ദഹനേന്ദ്രിയ വ്യൂഹം തകരാറിലാവും. അത് ശരിയാക്കുന്ന സമയത്ത് കഴിക്കാതിരുന്നാൽ പോരെ, ശരീരം ശരിയായിട്ട് വർക്ക് ചെയ്യും, നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ, മനസ്സിന്റെ ജീവിതക്രമത്തെ ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി മാറും. അതിലേക്ക് വേണ്ടിയുള്ള പ്രാഥമിക ശ്രമമാണ് നിങ്ങൾ ഒരേ സമയത്ത് ഒരു കാര്യം ചെയ്യുക എന്നുള്ളത്. ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സാധനയാണ്, ഒരേ സമയത്ത് കുറ്റിവീട് വലിക്കുന്ന സാധനയാണ്, ഒരേ സമയത്ത് കള്ളു കുടിക്കുന്ന സാധനയാണ്, ചായ കുടിക്കുന്ന സാധനയാണ്, ഉറങ്ങുന്ന സാധനയാണ്. പക്ഷേ നിങ്ങളുടെ പ്രാണനെ നിങ്ങളുടെ ദൗത്യവുമായി ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ബോധത്തെ പ്രപഞ്ചബോധവുമായി ചേർത്തിണക്കാൻ കഴിയുന്ന ഒരു സാധനയുണ്ടെങ്കിൽ നിങ്ങളും പ്രപഞ്ചവും തമ്മിൽ, നിങ്ങളും പ്രകൃതിയും തമ്മിൽ, നിങ്ങളും ഈശ്വരനും തമ്മിൽ, നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം നിരന്തരമാകും. അവന്റെ കയ്യിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ച് ചെയ്ത പിന്നെ നിങ്ങൾ എന്തിനെ പേടിക്കണം? സുഖമായി ജീവിച്ചൂടെ? ആ ഒരു ശ്രദ്ധയിലേക്ക് പോകും. സദാ ഈശ്വര വിശ്വാസികൾക്ക് സദാ ഈശ്വര ശ്രദ്ധ എന്ന് പറയാം. ഇനി പ്രകൃതിയെ വിശ്വസിക്കുന്നവർക്ക് സദാ പ്രകൃതി ബന്ധമെന്ന് പറയാം. പ്രാണനെ അറിയുന്നവർക്ക് സദാ പ്രാണശ്രദ്ധ എന്ന് പറയാം. ഇനി സ്വയത്തെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, സദാ ആത്മശ്രദ്ധ എന്ന് പറയാം. എന്താണെങ്കിലും പരിസ്ഥിതിയും ആത്മസ്ഥിതിയും തമ്മിലുള്ള ബന്ധിപ്പിക്കലാണ് സാധന. എന്താണ്? പരിസ്ഥിതിയും ആത്മസ്ഥിതിയും തമ്മിലുള്ള ബന്ധിപ്പിക്കലാണ് സാധന. ആ സാധന ഏത് വിധത്തിലാണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ജീവിതത്തെ ശാന്തമായി സമവാദത്തിലാക്കി കൊണ്ടുപോകാൻ കഴിയും. അതിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.